ആ മ്യൂസിക് ഒന്ന് നിർത്തണേ. ഒരു അനൗൺസ്മെന്റ് ഉണ്ടേ. നമ്മളേവരും കാത്തുനിന്ന ആ ഡാൻസ് കോമ്പറ്റീഷൻ ഇതാ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ സ്വന്തം ചെല്ലപ്പൻ നായരുടെ ഭാര്യ 1 ലക്ഷം രൂപ ചെലവാക്കി നടത്തുന്ന ഡാൻസ് കോമ്പറ്റീഷൻ ആണ് ഇവിടെ തുടങ്ങാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വിധികർത്താവിനെ സ്വാഗതം ചെയ്യാം. നമ്മുടെ വിധികർത്താവ് ആരാണെന്ന് അറിയണ്ടേ? അദ്ദേഹത്തിന്റെ അവാർഡുകളൊക്കെ അറിയണ്ടേ? പിന്നെ ഗജ മാണിക്യം, ഗജ സാമ്രാട്ട്, ഗജ വൈഡൂര്യം അതല്ലെന്ന് പുള്ളിക്ക് കിട്ടിയ പട്ടങ്ങളൊക്കെ പറഞ്ഞതാണ്. നമ്മുടെ സ്വന്തം വിധികർത്താവ് അരമണ്ഡലം അരവിന്ദൻ സാറിനെ സ്വാഗതം ചെയ്യാം. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ എന്നെ അല്ലാതെ വേറെ ജഡ്ജിനെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചു? അല്ല, ഭാർഗവനെ സ്വാഗതം ചെയ്തു എന്ന് പറഞ്ഞു. ദൈവമേ, ഭാർഗവനെ സ്വാഗതം ചെയ്യുന്നു എന്നല്ല, ഭാർഗവുമായി മാഷിനെ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെയാണോ? പിന്നെ ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ. അതെ, നൃത്തം കഴിഞ്ഞിട്ടാണോ പെർഫോമൻസ്, അതോ പെർഫോമൻസ് കഴിഞ്ഞിട്ടാണോ നൃത്തം? പെർഫോമൻസ് കഴിഞ്ഞിട്ട് നിർത്തണോ വേണ്ടേ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. പക്ഷെ മാഷ് ഇപ്പൊ ഇതിനല്ലല്ലോ ഇവിടെ വന്നത്, പിന്നെ വിധികർത്താവായിട്ടല്ലേ വന്നത്. ഇന്നത്തെ എന്റെ വിധി കർത്താവിനറിയാം. മാഷെ അങ്ങോട്ടിരുന്നോ മാഷെ? ശരി ശരി മാഷെ, അർച്ചന പുരുഷോത്തമൻ അതിവിടെ പറയേണ്ട കാര്യം എന്ത്? തന്റെ അച്ഛനാ പുരുഷോത്തമൻ എന്ന്. അതാണോ ഞാൻ പറഞ്ഞത്? പിന്നെ അടുത്ത് ഡാൻസ് കളിക്കാൻ വരുന്ന കുട്ടിയുടെ പേരാ പറഞ്ഞേ, അർച്ചന പുരുഷോത്തമൻ. എന്റെ അമ്മോ, വലിയ ഡാൻസർ ആണ്. അവരെ പെർഫോമൻസ് കണ്ടാലേ രോമാഞ്ചം വരും. പറഞ്ഞപ്പോ തന്നെ രോമാഞ്ചം വന്നത് കണ്ടാ? അതാണ് അർച്ചന പുരുഷോത്തമൻ. എന്റെ അമ്മോ, എന്നാ പിന്നെ താൻ പെട്ടെന്ന് വിളി, അവരുടെ ഡാൻസ് കാണാൻ ഈ കുതിയായിട്ട് വയ്യ. അങ്ങനെ ഇങ്ങനെ വിളിച്ചാ വരൂല. എൻട്രി മ്യൂസിക് ഇട്ട ആള് എന്ന് വിളിച്ചോണ്ട് വരണം. എന്നാ താൻ പോയി വിളിച്ചോണ്ട് വാ. ഞാൻ ഇപ്പൊ പോയി വിളിച്ചോണ്ട് വരാം. എന്റെ ദൈവമേ, ഇന്നെങ്കിലും കവിളിമടൽ അടിയിട്ടാലെ വീട്ടിൽ പോയാ മതിയായിരുന്നു. നല്ല കിടുക്കാച്ചി ഡാൻസ് ആയിരിക്കണം. എനിക്ക് നല്ല കിടുക്കാച്ചി വിധിയും പറയാൻ പറ്റിയാ മതിയായിരുന്നു. എന്റെ ഈശ്വരാ, താണ്ട്രാ ഏതാണ്ട് ഹോട്ടലിൽ നിർത്തിപ്പൊരിക്കാൻ പറ്റുന്ന കോഴി നടന്നു വന്നേക്കും. അർച്ചന പുരുഷോത്തമൻ എവിടെ? ഞാൻ എടാ സ്വയം പൊങ്ങി, അത് നിനക്ക് നേരത്തെ അങ്ങ് പറയാൻ വയ്യായിരുന്നോടാ. നീ അർച്ചന പുരുഷോത്തമൻ നേരത്തെ അങ്ങ് പറയാനുള്ളതിന് മറ്റൊരു വെറുതെ കുതിപ്പിച്ച് കളഞ്ഞില്ല. എന്റെ പൊന്നു മാഷെ, നമ്മൾ തന്നെ നമ്മളെ ബൂസ്റ്റ് ചെയ്യണം. വേറെ ആരും നമ്മളെ ബൂസ്റ്റ് ചെയ്യാൻ കാണൂല, മനസ്സിലായോ? ഇവിടെ 1 ലക്ഷം രൂപയുടെ ഡാൻസ് കോമ്പറ്റീഷൻ ഒക്കെ നടത്തുമ്പോ ഈ കലാതിലകം അർച്ചന പുരുഷോത്തമൻ വന്നില്ലെങ്കിൽ എങ്ങനെ ശരിയാവും? കലാതിലകമൊക്കെ കിട്ടിയിട്ടുണ്ടോ? കലാതിലകമൊന്നും കിട്ടിയിട്ടില്ല. അമ്മേടെ പേര് കല, അച്ഛന്റെ പേര് തിലകൻ. അമ്മേടെ പേര് അച്ഛന്റെ പേരും കൂടെ വച്ചപ്പം കലാതിലകം അർച്ചന പുരുഷോത്തമൻ എന്ന് പറഞ്ഞു. അച്ഛനെ അമ്മയെ പറയിപ്പിക്കാൻ വേണ്ടി ഇട്ട പേര് തന്നെ. നിനക്ക് ഡാൻസ് ഒക്കെ അറിയാവോ? പിന്നെ എനിക്ക് ഡാൻസ് ഒക്കെ അറിയാം. പിന്നെ നീ ഇവിടെ ഇന്ന് പൊളിക്കണം. എന്റെ ദൈവമേ, പൊളിയാതിരിക്കാൻ ക്ഷേത്രത്തിൽ പുഷ്പാർച്ചന കൊടുത്തിട്ട് വരുമ്പോ ആണ്ട്രാ ഡാൻസ് പൊളിക്കണം. ഓ എടാ, അതല്ല, ഇന്ന് നീ ഇത് അടിച്ച് പൊളിക്കണമെന്ന്. എനിക്ക് 20 സ്റ്റുഡൻസ് ഉണ്ട്. 1 ലക്ഷം രൂപ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ആ 20 പേരെ കൊണ്ടുവന്ന് ഈ സ്റ്റേജ് ഞാൻ അടിച്ച് പൊളിക്കും ഞാൻ. എടാ ബ്രഹ്മാവറിയാതെ ഭൂമി വന്ന സ്വയം പൊങ്ങി, അതാണോ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞത്? എടാ, നീ ഇവിടുത്തെ ഡാൻസ് അടിച്ച് പൊളിക്കണമെന്ന്. അതൊക്കെ ഞാൻ അടിച്ച് പൊളിച്ചോളാം. പിന്നെ നിനക്ക് ഞാനൊരു ഒറ്റമൂലി പറഞ്ഞു തരാം. അതിനെനിക്ക് അസുഖമൊന്നും ഇല്ലല്ലോ. എടാ, അസുഖത്തിന്റെ അല്ല, നിന്റെ ഡാൻസിനെ കുറിച്ചാണ്. അതായത് നമ്മള് കണ്ണെത്തുന്നിടത്ത് കൈ എത്തണം, കൈ എത്തുന്നിടത്ത് മെയ് എത്തണം, എത്തിയില്ലെങ്കിൽ കമ്മത്തിക്കാർ സ്റ്റേജ് എത്തണം. അനുഭവം ഗുരുവാണ്. എന്നാ നിന്റെ ഒരു ഡാൻസ് എനിക്ക് കാണണം. ഞാൻ ഈ ഒരു ഡാൻസ് മിഥിലാപുരിയിലെ മൺകിടാവിന് രാജകലയുടെ മാമാങ്കമേകിയ കോസല രാജകുമാര. അമ്മച്ചിമാരെ കടന്ന് കൂവ, അമ്മച്ചിമാരെ ചുമ്മാ വായി നോക്കിക്കൊണ്ടിരിക്കുക. കൂവ അങ്ങോട്ട്. ഓഡിയൻസിന് അടയ്ക്കുന്ന ഒരു അച്ചാറ് ഭരണി എന്ന് കൂവുന്നു. അത് അച്ചാറ് പരിപാടി ഒന്നും അല്ല, എന്റെ ഭാര്യയാ. ഓടരുത് മനുഷ്യ, നിങ്ങളെടുത്താണ് പറഞ്ഞത്. ഓടരുത്, ഓടരുത്. കണ്ടമുടി ഓടിക്കോ. ജീവ, മര്യാദക്ക് അങ്ങേരെ ഇങ്ങോട്ട് വിട്ടോണം, അല്ലെങ്കിൽ ജീവനെ ജീവൻ ഞാൻ ഇന്ന് എടുക്കും. വിട്ട് അങ്ങേരെ ഇങ്ങോട്ട്.
എന്റെ പൊന്ന് ജീവച്ചേട്ടാ, നമ്മളൊക്കെ കലാകാരന്മാരല്ലേ? ആണ്, അതുകൊണ്ടാണ് എന്നെ കൊലക്ക് കൊടുക്കാതെ നീ അവിടെ പോ. എന്റെ പൊന്ന് ജീവച്ചേട്ടാ, ഞാനിവിടെ നിന്നോട്ട്. നീ ഇവിടെ നിക്കണ്ട, എന്റെ ജീവനാണ് ആപത്ത്. നീ ഒരു കലാപം ഉണ്ടെങ്കിൽ നീ ചെല്ല ഇവിടെ പോ. എന്റെ പൊന്ന് ജീവ, ആ. ജീവ കലാകാരനാണ്, ഞാനത് സമ്മതിക്കാം. ആയിരിക്കുന്ന 3 പേരും കലാകാരന്മാരാണ്, എല്ലാരും തെളിച്ച ആൾക്കാരാണ്. ആയിരിക്കുന്ന കലാകാരനെ നിങ്ങളടുത്ത് നിർത്തി കഴിഞ്ഞാൽ ഉള്ള പേരും കൂടെ പോവും. മര്യാദയ്ക്ക് ഇങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വേണം. കല്ലെടുത്തെറിയും, പെട്ടെന്ന് കല്ലെടുത്തെറിഞ്ഞതാ ഞാനും തോടി. പഴുത്ത മാങ്ങയോ? മാങ്ങയാണോ മൂങ്ങയാണോ ഞാൻ കാണിച്ചറിയാം. വാ ഇങ്ങോട്ട്. എന്റെ പൊന്നു മാഷെ, എന്നെ എങ്ങനെയാലും ഒന്ന് രക്ഷിക്കും. ഇത് എന്തുപോലെ ഇത്? എന്താണോ തന്റെ ഉദ്ദേശം? എനിക്ക് ഈ ഡാൻസിൽ വിധി വരണം, വീട്ടിൽ പോണം. ഓ എടോ, ഞാൻ തന്റെ കാര്യമാണോ പറഞ്ഞ മാറി നിന്റെ ഡാൻസിന് നിനക്ക് അങ്ങനെ തന്നെ വരണം. നിനക്ക് ഇത് പറ്റിയ പെണ്ണുമ്പുള്ളോ? അല്ല, താനാരാ? എന്റെ അടുത്താണോ അതോ അവന്റെ അടുത്ത്? താനാരാ? ഞാനോ? ഞാൻ പ്രശസ്ത ഇന്നത്തെ ഇവിടുത്തെ ജഡ്ജിയായ അരമണ്ഡലം അരവിന്ദ മാഷ്. ഇത്രക്കിട്ട് ആട്ടാൻ പേര് അരവിന്ദൻ എന്നല്ലേ, അല്ലാതെ അരകല്ലെന്നൊന്നും അല്ലല്ലേ. ജഡ്ജിയായാലും വക്കീലായാലും അങ്ങോട്ട് മാറിയെന്നോണം. ഇത് ഞങ്ങളുടെ കുടുംബ ആവശ്യം. ഇതിനാണോ മനുഷ്യൻ നിങ്ങൾ വെമ്പായത്ത് എന്റെ വല്യച്ഛനെ കാണാൻ പോവേണെന്നും പറഞ്ഞു പോയത്? ഈ പൊതിച്ച തേങ്ങയുടെ ഫിഗറുള്ള ആളാണോ നിങ്ങളെ വല്യച്ഛൻ? ഡാൻസിന് പോവാന്ന് പറഞ്ഞാ നീ വിടത്തില്ലല്ലോ. എടുത്തില്ലോ. എന്റെ പൊന്നു മാഷെ, മാഷി അറിയാവോ, ഇവള് പെട്രോൾ പമ്പിന് ജോലിക്ക് പോകുമ്പോഴേ എന്നെ വീട്ടിൽ പൂട്ടിയിട്ടിട്ട് പോകും. വീട്ടിൽ പൂട്ടിയിട്ടിട്ട് പോയി അവനെന്തരാ പാമറെ പട്ടിയാ? എന്നെ എന്തിനാണ് കളിയാക്കിയത്? നിന്റെ പെണ്ണുമ്പിള്ള എന്നെ ആക്ഷേപിച്ച്, അപ്പൊ ഞാൻ നിന്നെങ്കിലും ആക്ഷേപിക്കണ്ടേടാ. അതാണാ മാഷെ ഞാൻ പറഞ്ഞത്. അങ്ങനല്ല, എന്നെ ഇവള് ഡാൻസിനൊന്നും വിടത്തില്ലെന്ന്. എന്റെ പൊന്ന് അരവട്ട് മാഷേ. അരവട്ടല്ല, അരകല്ല് മാഷേ. ഓ, ഇങ്ങനെ പേരെന്തോന്നായിരുന്നു? എന്റെ പൊന്നടാവേ, ഞാൻ പറയാം. അരമണ്ഡലം അരവിന്ദ മാഷ്. അരവെന്തതോ മുഴുവെന്തതോ കിടക്കട്ടെ. അരവിന്ദ മാഷേ, ഈ ഇടയ്ക്കല്ലേ സംസ്ഥാന യൂത്ത് ഫെസ്റ്റിവൽ നടന്നത്? അവിടെ ഞങ്ങൾ രണ്ടുപേരും ചെന്നു. അവിടെ ചെന്നപ്പോ അവിടത്തെ 2 ഗേറ്റിലും ഇയാളെ ഫ്ലെക്സ് ഉണ്ടായിരുന്നു. കേട്ടല്ലോ, അവിടത്തെ 2 മെയിൻ ഗേറ്റിലും ഈ എന്റെ ഫ്ലെക്സ് ഉണ്ടായിരുന്നു. അവിടെ എന്താ എഴുതി വെച്ചിരുന്നറിയാമോ? ഈ ഫോട്ടോയെ കാണുന്ന കല നശിപ്പിക്കുന്നവനെ ഇവിടെ പ്രവേശനം ഇല്ലെന്ന്. അല്ല, എന്നാലും ഞാനും ആ സ്റ്റേജിൽ ജഡ്ജായിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ എച്ചിന് തിന്നാൻ വരെ പട്ടിയെ വരെ കയറ്റിയല്ലോടെ, എന്നിട്ട് നിന്നെ കയറ്റിയില്ല. അത് മാത്രമാണോ? ഞങ്ങളുടെ നാട്ടില് കേരളോത്സവം നടക്കാറുണ്ട്. അപ്പൊ അവിടത്തെ പഞ്ചായത്തിലെ പ്രസിഡന്റും സെക്രട്ടറിയും എല്ലാം എന്റെ വീട്ടിൽ വന്നിട്ടാണ് ഡേറ്റ് എടുക്കുന്നത്. അത് പിന്നെ കലാകാരൻ വീട്ടിലുള്ളതുകൊണ്ടായിരിക്കും. അയ്യേ, അത് കലാകാരൻ വീട്ടിലുള്ളതുകൊണ്ടൊന്നും അല്ല. ഇങ്ങനെ എന്ന് നാട്ടിലില്ലയോ അന്ന് നോക്കി വേണം അവർക്ക് പരിപാടി നടത്താൻ. അവിടെ ചെന്ന് ഭയങ്കര തുള്ളലാണ്. എവിടെയെങ്കിലും ഒരു 4 ട്യൂബിന്റെ വെട്ടം കണ്ടാൽ ചെന്ന് പറന്നങ്ങ് പോ. പറഞ്ഞു ഞാൻ എന്തുവാടി ഈയലോ? ഓ, നിന്റെ നർത്തവോ കൊള്ളത്തില്ല. ഇത്തിരി ഫ്രഷ് സാധനം എന്തൊരു ചെയ്യാനെന്ന് പറയണ്ടോ? തോൽവിയാണ് വിജയത്തിന്റെ മുന്നോടി, അറിയാവോ? 18 വർഷമായിട്ട് ഞാനിത് കേൾക്കുക. തോൽവിയാണ് ജയത്തിനോടുള്ള മുന്നോടി. സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടണം, അല്ലാതെ വേറൊരു മുന്നോടി ഞാൻ കണ്ടിട്ടില്ലേ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഡാൻസ് ഒരു എഡ്യൂക്കേഷൻ ആണല്ലോ, ഒരു വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണല്ലോ. അതെ. പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ കിടന്ന് അതിനെ ആക്ഷേപിക്കുന്നത്? ഡയലോഗ് ഓർമ്മിപ്പിച്ചാണെന്ന് മനസ്സിലായി. ഇയാൾക്ക് എന്നെക്കാളും എഡ്യൂക്കേഷൻ ഉണ്ട്, വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. ഇയാൾക്ക് മര്യാദക്ക് ഒരു ഗവൺമെന്റ് ജോലിക്ക് പോയിട്ട് ടെസ്റ്റ് പാസ് എഴുതി കൂടെ? അല്ല, ഇങ്ങനെ എത്ര ക്ലാസ് വരെ പഠിച്ച്? ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചു. 8ാം ക്ലാസ്സിലാണ് ഏറ്റവും എഡ്യൂക്കേഷൻ ഇരിക്കണം. ഞാൻ 6ാം ക്ലാസ് വരെ പഠിച്ചോളൂ. അപ്പൊ ഇങ്ങനെ 8ാം ക്ലാസ് വരെ പഠിച്ചില്ലേ? രണ്ടും കൊള്ളാം. ബാക്കി പറ. ഞാൻ കുറെ നേരം കൊണ്ട് ബാക്കി അടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാ, ഞാൻ നന്നായിട്ട് ഡാൻസ് കളിക്കും മാഷെ, ഉള്ള കാര്യം ഞാൻ പറയാം. പിന്നെ ഇയാൾ ഡാൻസ് കളിക്കുവോ? അവളെ ഡാൻസ് ഒക്കെ കളിക്കും, ഞാനാണ് വിടാത്തത്. അവള് പിള്ളേരൊക്കെ നോയിക്കൊണ്ടിരിക്കട്ടെ. നിന്റെ ഒരു ഡാൻസ് എനിക്ക് കാണണം. അങ്ങനെയാണ് കണ്ണോ? ഞാൻ കാണിച്ചു പാട്ടിട. വിരഹിണി നിശയുടെ മടിയിലെ അഴകി വളം കൃതം 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 കുന്തത്താം കൃതം കുന്തത്താം 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 സാമവേദ സാരമതി പ്രേമസുധാമയ. ഇഷ്ടപ്പെട്ടു. പിന്നെ എന്നെ ഇവിടെ വിധികർത്താവായിട്ടാണ് വിളിച്ചത്. അതെ. അപ്പൊ ഞാൻ ഇതിന്റെ വിധി പറയാം. ഈ ഡാൻസിന്റെ നിനക്ക് എത്ര സ്റ്റുഡൻസ് എന്നാ പറഞ്ഞ്? എനിക്ക് 20 സ്റ്റുഡൻസ് ഉണ്ട്. നാളെ മുതൽ ആ 20 സ്റ്റുഡൻസിനെ ഡാൻസ് പഠിപ്പിക്കാൻ പോകുന്നത് നിന്റെ വെണ്ണമുള്ളയായിരിക്കും. ആ
എടാ നിന്നെ പോലുള്ളവന്മാരാണ് ഇങ്ങനെയുള്ള കലാകാരിമാരെ വീട്ടിലെ അടുക്കളയിൽ ഇട്ടേക്കുന്നത്. ഇനി നാളെ മുതൽ ഇവൾ അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക്, അപ്പൊ ഞാനാ അരങ്ങിൽ നിന്ന് അടുക്കളയിലോട്ട്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.